അവളെ ഈ തേച്ചിട്ട് പോയി. ആരൂടെ പോയാലും എനിക്ക് ഇഷ്ടമല്ല, ഞാൻ നോക്കിക്കൊള്ളാം, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളോളും മതി. ഇതാണ് വൈഫ്. വൈഫ് ഇപ്പോൾ പോയിട്ട് 2 മാസമായി. കഴിഞ്ഞ ഇംഗ്ലീഷ് 6-ാം തീയതി പോയതാണ്. വൈഫ് ഇത് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചു വരണം. എൻ്റെ മക്കളോട് എൻ്റെ കൂടെ ജീവിക്കാം വരണം. വരണം. അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് വേറെ ആരുമില്ല, കടക്കാടമില്ല, ഒന്നുമില്ല. ഇതെൻ്റെ അനിയൻ്റെ വീടാണ്, അത് എഴുതി തരാമെന്ന് പറഞ്ഞു. അവിടെ ആലപ്പുഴ ജില്ലയിൽ സർക്കാർ എനിക്ക് തന്നതാണ്. അവിടെ ഭർത്താവ് അല്ലെങ്കിൽ എനിക്ക് തരത്തില്ലല്ലോ. ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റാണ്. ഈ കണ്ണീരിന് എന്തായാലും ഉത്തരവാദിത്വം പറയേണ്ടി വരും. ഞാൻ കക്കൂസ് വാരി അവളെ വളർത്തിയ ഈ കണ്ണീരുണ്ടോ, ഈ കണ്ണീരിന്, ഈ പാവം മനുഷ്യൻ്റെ കണ്ണീരിന് സമാധാനം പറയാൻ എന്തായാലും പോകാൻ പറ്റത്തില്ല. അത്രത്തോളം സങ്കടപ്പെട്ടിട്ടാണ് ഈ മനുഷ്യൻ പറയുന്നത്. ആരുടെ കൂടെ പോയാലും ഉറപ്പായിട്ടും തിരിച്ചു വരണം. ഈ കണ്ണീരിനില്ലെങ്കിൽ ഈ സാധാരണക്കാരൻ്റെ കണ്ണീരിന്, ഈ പാവപ്പെട്ട എനിക്ക് കുഞ്ഞുങ്ങളോളും വന്നാൽ മതി. ഇത് ഈ പാവപ്പെട്ട മനുഷ്യന്റെ ഭാര്യയാണ്. ഇപ്പൊ 18 വർഷം കഷ്ടപ്പെട്ട് കുടുംബം നോക്കിയ ഒരു പാവ മനുഷ്യന്റെ കൂടെ ഞാൻ നിൽക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. ഈ ഭാര്യ ഇത് കാണുകയാണെങ്കിൽ, ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇപ്പോഴും ആ മനുഷ്യൻ കാത്തിരിക്കുവാണ്. ആരുടെ കൂടെ പോയാലും, എവിടെ പോയാലും, ആരുടെ കൂടെ പോയാലും ഈ പാവം മനുഷ്യൻ ഇപ്പോഴും അത്രത്തോളം ദുരിതം അനുഭവിച്ച് 3 മക്കളെ വളർത്തി. ഇതുണ്ടോ, സ്വന്തം വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കണ്ണ് അറിഞ്ഞിട്ടാണ് ഈ പാവം മനുഷ്യൻ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു സങ്കടം മനസ്സിലാക്കണം. ഇത്രയും പൈസയും ഇദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്റ്, സാധനങ്ങളും മക്കളെല്ലാമായിട്ടാണ് മറ്റൊരാളോട് പോയിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് ഭാര്യ കാണുവാണെങ്കിൽ തിരിച്ചു വരണം, അല്ലേ? എന്നാ തിരിച്ചു വരണം. എല്ലാ മക്കളും ഭാര്യ വേണം. ഭാര്യയോടെ പോയാലാണെന്ന് പ്രശ്നമില്ല, മക്കളെ മതി. ഇത്ര കരഞ്ഞിട്ടാണ് ഒരു മനുഷ്യൻ, ഒരു പുരുഷനാണ് ഇന്ന് കരയുന്നത്. എങ്ങനെ പോയാലും കുഴപ്പമില്ല, ഭാര്യ തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് ഈ കരയുന്ന മനുഷ്യൻ്റെ കണ്ണീര് കാണാതിരിക്കരുത്. എൻ്റെ പേര് തമ്പി എന്നാണ്. ഞാൻ അമ്പലപ്പുഴ തഴി, അവിടെ നിന്നാണ് കല്യാണം കഴിച്ചത്. 18 വയസ്സായി, 18 വർഷമായി കൊണ്ടുവന്നിട്ട്. ഇപ്പോൾ ഒരു വണ്ടാനം മെഡിക്കൽ കോളേജ്, വണ്ടാനമല്ല, എറണാകുളം അമൃത ആശുപത്രിയിൽ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 6-ാം തീയതി ഒരു 12 ലക്ഷം രൂപ കിട്ടി. അതും കൊണ്ട് ഒരുത്തൻ്റെ കൂടെ പോയേക്കുക. ഭാര്യ എൻ്റെ 2 മക്കളെയും കൊണ്ടുപോയി. ഈ പാസ്പോർട്ട് അല്ല, അണ്ണൻ്റെ ഈ ഫോട്ടോ, തെളിവുകളെല്ലാം, സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുപോയി. എൻ്റെ ഒന്നുമില്ല ഇപ്പം. എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം, കടക്കാടൻ പ്രമാണം വരെ അവിടെ ഇല്ല. ഭാര്യ കൊണ്ടുപോയിക്കുക. ഇപ്പം അവിടെ നമ്മുടെ കാരാളിമുക്കിൻ്റെ അടുത്തുള്ള ഒരുത്തൻ, അവന് 7 കല്യാണം കഴിച്ചവനാ. അവൻ്റെ കൂടെയാണ് ഇപ്പം പോയേക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, 18 വർഷം ഞാൻ കക്കൂസ് വാരി ചെലവിന് കൊടുത്തിയ അവിടെ നാട്ടിലായിരുന്നു. എൻ്റെ മൂത്ത മോള് മരിച്ചുപോയി. ചാനലെല്ലാം ഉണ്ടായിരുന്നു, TV ചാനലും എല്ലാം ഉണ്ടായിരുന്നു. എലിവിഷം കഴിച്ച് മരിച്ചു പോയത്. അവിടെ അമ്മയും മുയൽ കടിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജിൽ കിടന്നതാണ്. അതെല്ലാം ഞാൻ ചികിത്സ ചെയ്തതാണ്. എൻ്റെ കൈ ഒന്ന് ഒടിഞ്ഞു പോയി, ഇപ്പോൾ പ്ലാവയിൽ നിന്ന് വീണ്. അങ്ങനെ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് പോയതാണ്. അല്ല, അണ്ണൻ നല്ലപോലെ കുടുംബം നോക്കി, എല്ലാ കഷ്ടപ്പെട്ടു. 18 വർഷം ഞാൻ അവളെ നോക്കിയതാണ്. എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ടോ? ഞാൻ തട്ടിൻ്റെ പണി വിട്ട് കക്കൂസ് അരക്കം എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത്ര കഷ്ടപ്പെട്ട കുടുംബം നോക്കിയതാ. ഇതാണ് വൈഫ്. ഇപ്പോൾ പോയിട്ട് 2 മാസമായി. കഴിഞ്ഞ ഇംഗ്ലീഷ് 6-ാം തീയതി പോയതാണ്. വൈഫ് ഇത് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചു വരണം. എൻ്റെ മക്കളോട് എൻ്റെ കൂടെ ജീവിക്കാം വരണം. അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് വേറെ ആരുമില്ല, കടക്കാടമില്ല, ഒന്നുമില്ല. ഇതെൻ്റെ അനിയൻ്റെ വീടാണ്, അത് എഴുതി തരാമെന്ന് പറഞ്ഞു. അവിടെ ആലപ്പുഴ ജില്ലയിൽ സർക്കാർ എനിക്ക് തന്നതാണ്. അവിടെ ഭർത്താവ് അല്ലെങ്കിൽ എനിക്ക് തരത്തില്ലല്ലോ. 1 സെന്റ് വസ്തു വന്നിട്ടുണ്ട്, വീട് വെച്ചിട്ടില്ല, അതവിടെ കിടപ്പുണ്ട്. ഇത് കാണുവാണെങ്കിൽ, ഇതുണ്ടോ, ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഭാര്യയുടെ പേര് സോണിയ അല്ലേ? സോണിയ എന്നാണ് പേര്. അമ്പലപ്പുഴയാണ് ഭാര്യ. എറണാകുളത്ത് പോയതാണ് ഒരു ഓപ്പറേഷന്. മാതാമൃത ആശുപത്രിയിൽ ഒരു ഓപ്പറേഷന് പോയ കാറിൽ ദാനം ചെയ്ത് കൊടുത്ത് 12 ലക്ഷം രൂപ ആയിട്ട് ഒരുത്തൻ്റെ കൂടെ പോയത്. എനിക്ക് കാരണമുണ്ട്. ഞാൻ പോലീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു കോടതി പാൽ. ഞാൻ ഇപ്പോൾ അവൾ പോയതിനു ശേഷം 3 പ്രാവശ്യം ഞാൻ തിരക്കി ചെന്ന്. അപ്പോൾ അവൾ പുന്നപ്പുറ പോലീസുകാർ പറയുന്നത് ഞാൻ കോടതി പാൽ. പൈസ ഉണ്ടോ കോടതിയിലൊക്കെ? എനിക്ക് ആഹാരം കഴിക്കാൻ സാമ്പത്തികമില്ല, ഞാനങ്ങനെ കോടതി പോകും. ഇത് ഭാര്യയാണ്. ഇതുണ്ടോ, ഇത് 2 പേരോടുള്ള ഫോട്ടോ. നിങ്ങൾ 2 ഫോട്ടോ അല്ലേ? 2 പേരുടെ ഫോട്ടോ. അവളെ ഈ തേച്ചിട്ട് പോയി. ആരൂടെ പോയാലും എനിക്ക് ഇഷ്ടമല്ല, ഞാൻ നോക്കിക്കൊള്ളാം, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളോളും മതി. പാവം മനുഷ്യനെ തേച്ചിട്ട് പോയതാണെങ്കിൽ, പാവം വളരെ സാധുവായിട്ടൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് തേച്ചിട്ട് പോകുന്ന 18 വർഷം കുടുംബം നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ്. ഈ മനുഷ്യനെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ
എന്തായാലും ഒരു വലിയ തെറ്റാണ്, ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റാണ്. ഈ കണ്ണീരിന് എന്തായാലും ഉത്തരവാദിത്വം പറയേണ്ടി വരും. ഞാൻ കക്കൂസ് വാരി അവളെ വളർത്തിയ ഈ കണ്ണീര് കണ്ടോ, ഈ കണ്ണീരിന്, ഈ പാവം മനുഷ്യൻ്റെ കണ്ണീരിന് സമാധാനം പറയാൻ എന്തായാലും പോകാൻ പറ്റത്തില്ല. അത്രത്തോളം സങ്കടപ്പെട്ടാണ് ഈ മനുഷ്യൻ പറയുന്നത്. ആരുടെ കൂടെ പോയാലും ഉറപ്പായിട്ടും തിരിച്ചു വരണം. ഈ കണ്ണീരിനില്ലെങ്കിൽ ഈ സാധാരണക്കാരൻ്റെ കണ്ണീരിന്, ഈ പാവപ്പെട്ട എനിക്ക് കുഞ്ഞുങ്ങളോളും വന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. ആരുടെ അവിടെ സാമ്പത്തികം വേണ്ട. എനിക്കൊരു നേരത്തെ ആഹാരം അവള് വെച്ച് തരുക, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുക. അത്രത്തോളമാണ് ഇഷ്ടം. എന്തോ മനസ്സ് ഇത്രയും. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുള്ളൂ. ഞാൻ വേറെ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ കൂടെ വന്ന് ഇത്രയും നാൾ താമസിച്ച് എൻ്റെ ഒരു ഭാര്യ എന്നുള്ളത് ഇന്നും ഭാര്യയായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അത്രയും സ്വന്തം പെറ്റമ്മയെ പോലെ സ്നേഹിച്ചവളെ അവളിത് ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല.